അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ചാൽ ആർക്കാണ് റബ്ബിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുക? നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ വല്ല ഓഫീസിലും ചെന്ന് ഒരു ഫോം പൂരിപ്പിച്ചു നൽകാൻ നിനക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക്, അല്ലെങ്കിൽ നിന്റെ പേരെഴുതി ഒന്ന് ഒപ്പിടാൻ ഒരു നിമിഷത്തേക്ക് ഒരു പേന കയ്യിൽ വേണം, കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ അതാ ഒരാൾ നിന്റെ നേരെ ആ പേന വെച്ചു നീട്ടുന്നു, അത് എഴുതി അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഒരു ചെറിയ ഉപകാരമാണ് നിനക്കൊരാൾ നൽകിയത് എങ്കിൽ പോലും നിന്റെ മനസ്സിൽ അയാളോടൊരു അടുപ്പവും ഒരു ചായ്വും അനുഭവപ്പെടും. യാതൊരു സംശയവുമില്ല. മനുഷ്യൻ്റെ പ്രകൃതമാണ്. മനുഷ്യൻ്റെ പ്രകൃതം എന്നാൽ അവന് ഉപകാരം നൽകിയവരോട് അടുപ്പം തോന്നുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒരിക്കലും അവനത് ഒഴിവാക്കാൻ സാധ്യമല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. 5 രൂപയുടെ ഒരു പേന, അതും നിനക്ക് സ്വന്തം തന്നതല്ല, മറിച്ച് അല്പനേരത്തേക്ക് ഒരു ഉപകാരത്തിന് നിനക്ക് നൽകിയാൽ അവനോട് നിന്റെ മനസ്സിൽ ഒരു ചായ്വ് തോന്നുന്നുവെങ്കിൽ, യാ സുബ്ഹാനല്ലാഹ്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അനേകം അനുഗ്രഹങ്ങൾ നിനക്കേകിയ, വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, നിങ്ങളെ അവൻ പുറമേക്ക് കാണാവുന്നതും കാണാൻ സാധിക്കാത്തതുമായ അനുഗ്രഹങ്ങളിൽ മൂടിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഈ അനുഗ്രഹങ്ങളെല്ലാം ഏകിയ റബ്ബിനെ നിനക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും?